ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് കമ്പനീസ്, ബോയിങ്, എയർബസ്. ഏത് പവർഫുൾ ലീഡർ ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ഏത് പവർഫുൾ ബിസിനസ് പേഴ്സൺ ആയിക്കോട്ടെ, ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ രണ്ട് കമ്പനീസിനെയാണ്. ലോകത്തിലുള്ള എയർക്രാഫ്റ്റിന്റെ ബിസിനസ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡുവോപ്പൊളി അല്ലെങ്കിൽ അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള രണ്ട് പ്ലേയേഴ്സ് ഇവരാണ്. അതിൽ ഐ തിങ്ക് മോർ ദാൻ 99% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഈ രണ്ട് കമ്പനീസാണ്. ഇപ്പൊ നാളെ നിങ്ങൾ ഏത് രാജ്യത്തിന്റെ രാജാവ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് കമ്പനിയുടെ വലിയ ആളായിക്കോട്ടെ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഫ്ലൈറ്റിലല്ലേ. ഈ ഫ്ലൈറ്റ് ആരാണ് തരുന്നത്? ഈതർ ബോയിങ് ഓർ എയർബസ്. അപ്പൊ ഈ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആണ് ഈ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ. ഒരിക്കലും ഒരു നോർമൽ ആൾക്ക് പോയിട്ട് ചുമ്മാ എയർക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്, ഒരുപാട് ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ട്. ഹ്യൂജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ക്യാപിറ്റലാണ്. നമുക്കറിയാം ഒരു മെഷീൻ എത്രത്തോളം വില വരുന്നുണ്ടെന്നത്. അപ്പോൾ അത്രത്തോളം ക്യാപിറ്റൽ അവിടെ വേണം. അതേപോലെ അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് വേറെ ആർക്കും എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബോയിങ് എന്ന് പറയുന്നത് US റെപ്രസെന്റ് ചെയ്യുന്നു, അതേപോലെ എയർബസ് എന്ന് പറയുന്നത് യൂറോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ മാർക്കറ്റിലെ ഡോമിനന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ്. റഷ്യ, ചൈന, ഇങ്ങനത്തെ പല കൺട്രീസും ഇതിൽ പല പല ആയിട്ടുള്ള ഇന്നോവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ആലോചിച്ചു, ഒരു 90% അല്ലെങ്കിൽ ഒരു 95% മാർക്കറ്റ് ഷെയർ ഇവർ രണ്ടുപേരും മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ അതിനെ റിക്കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം വലിയ ഇന്നോവേഷൻസും ടെക്നോളജീസും അതിൽ വരേണ്ടിയിരിക്കുന്നു.